നമസ്കാരം. പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ പ്രജാപതി പാമ്പാടി രാജന് കൂട്ടായി സഹോദരൻ സുന്ദരനെയും കഴിഞ്ഞ ദിവസം നീരിൽ തളച്ചിരുന്നു. ഇരുവരും ഒരുമിച്ചാണ് ഇപ്പോൾ പാമ്പാടി മൂടൻകല്ലിങ്കൽ വീട്ടിൽ നീരുകാലം പങ്കിടുന്നത്. ആഗസ്റ്റ് 27 മള്ളിയൂരിലും പാമ്പാടി മഞ്ഞാടി ശിവദർശന ദേവസ്വം ക്ഷേത്രത്തിലും ആനയൂട്ടിൽ പങ്കെടുപ്പിക്കുവാൻ എത്തിയതായിരുന്നു സുന്ദരൻ. മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതോടെ 25 സുന്ദരനെയും തളയ്ക്കുകയായിരുന്നു. ബുക്ക് ചെയ്ത പരിപാടികൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. പാപ്പാന്മാരും ഉടമസ്ഥരും മികച്ച പരിചരണമാണ് രണ്ട് കരിവീരന്മാർക്കും നൽകുന്നത്. അടുത്തടുത്ത കെട്ടുതറയിൽ നിൽക്കുന്നതിനാൽ ഇരുവർക്കും പരസ്പരം കാണാനും വഴക്കുകൂടാനും കഴിയുന്നുണ്ട്. തീറ്റ കൊടുക്കുമ്പോൾ തനിക്ക് ആദ്യം നൽകണം എന്ന വാശിയിൽ നിന്ന് രാജൻ ഒരിക്കലും പിന്നോട്ടു പോയിട്ടില്ല. എന്നാൽ തനിക്ക് തീറ്റ തരാതെ രാജന് മാത്രം നൽകുന്നത് അംഗീകരിക്കാൻ സുന്ദരനും മനസ്സില്ല. ഇരുവരും നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കഴിയുന്നത്. രാജന് നന്നായി ചൊറിച്ചിലുണ്ട്. നീരിൽ നിൽക്കുന്ന ആനകൾക്കെല്ലാം ഇത് സംഭവിക്കാറുള്ളതാണ്. മാസങ്ങളോളം തേച്ചുകുളിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവുന്നത്. നൽകുന്ന തീറ്റയെടുത്തുവരെ ഗജരാജാവ് ചൊറിയുന്ന കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. രാജൻ്റെ ഉടമസ്ഥനായിരുന്ന അന്തരിച്ച കൊച്ചുമോൻ നീരുകാലത്ത് രാജനെ ചൊറിയാൻ ശ്രമിക്കുന്നതിനെ പലപ്പോഴും വിലക്കിയിരുന്നു. രാജൻ അപ്പോൾ അനുസരിക്കുകയും പിന്നീട് കൊച്ചുമോൻ മാറുമ്പോൾ ചൊറിച്ചിൽ തുടരുകയും ചെയ്തിരുന്നു. മണ്ണുവാരുന്ന ദുശ്ശീലവും രാജൻ ഇടയ്ക്കിടെ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ മതപ്പാട് കാലത്ത് മണ്ണുവാരലിന് കുറവുണ്ടായിട്ടുണ്ട്. രാജൻ്റെയും സുന്ദരൻ്റെയും കെട്ടുതറകൾ വൃത്തിയായിട്ടാണ് പാപ്പാന്മാർ സൂക്ഷിക്കുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലെ കെട്ടുതറ നല്ല വെളിച്ചവും കാറ്റും തണുപ്പും പകരുന്നതാണ്. നീരുകാലത്ത് ആണെങ്കിൽ പോലും ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ആനപ്രേമികൾക്ക് ആനന്ദവും ആഹ്ലാദവും പകരുന്നത് തന്നെയാണ്. ഞങ്ങളെത്തുമ്പോൾ പാപ്പാൻ മനോജിൻ്റെ നേതൃത്വത്തിലാണ് രാജനെ പരിചരിച്ചിരുന്നത്. ഒന്നാം പാപ്പാൻ സതീശ് നാട്ടിൽ പോയിരുന്നു. സതീശിൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ഓണമായിരുന്നു. സതീശ് എത്തിയാൽ ഉടൻ ഈ മാസം പകുതിയോടുകൂടി രാജനെ നീരിൽ നിന്ന് അഴിക്കുമെന്നാണ് കരുതുന്നത്. പൂർണ്ണമായും നീരൊലിപ്പ് മാറിയിട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ രാജന് പാപ്പാന്മാരുടെ സഹായി ഓല കൊണ്ട് കഴിക്കാൻ വേണ്ടി നൽകി. സുന്ദരന് നൽകിയുമില്ല. സുന്ദരൻ പാവമാണ്, പഞ്ചപാപമാണ് എന്നൊക്കെ അവൻ്റെ ആരാധകർ പറയുമെങ്കിലും അത്ര പാപമൊന്നുമല്ല എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന ഈ ദൃശ്യങ്ങൾ. സുന്ദരൻ ആകെ കലിപ്പിലായി. രാജന് നേരെ ഭീഷണി ഉയർത്തുക തന്നെ ചെയ്തു. അതും തുമ്പിക്കൈ ചൂണ്ടിക്കൊണ്ട് തന്നെ. പക്ഷേ രാജന് ഇത് വല്ലതും പ്രശ്നമാണോ? ഇതിനേക്കാൾ വലിയ ഭീഷണികൾ എത്ര അതിജീവിച്ചിരിക്കുന്നു എന്ന ഭാവമായിരുന്നു ആ മനസ്സിൽ. സുന്ദരൻ ഭീഷണി ആവർത്തിച്ചപ്പോൾ പോടാ ചെക്ക എന്ന ഭാവത്തിൽ തിരിച്ചടിക്കാനും രാജൻ മറന്നില്ല.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.